കാശിനാഥൻ ഭാഗം 9. രചന അവതരണം ദിവ്യരാജ്. കാശിനാഥന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും കാലുകൾ ഇടറിയിരുന്നു വൈശുവിന്റെ. തിരികെ പോവാനുള്ള അനുവാദം ചോദിക്കാനാവുമോ ഈ വിളിക്കുന്നത് എന്നായിരുന്നു അവളുടെ ആദി. അങ്ങനെ ഉണ്ടാവരുതേ ദേവി, ചടങ്ങുകൾ കഴിയണവരെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തിയേക്കനെ കണ്ണേട്ടനെ, ഇല്ലെങ്കിൽ അച്ഛയ്ക്ക് വിഷമമാവും. പ്രാർത്ഥനയോടവൾ ഓർത്തു. വല്യമ്മാമിയോട് സംസാരിച്ചു നിൽപ്പാണ് ഇപ്പോഴും. കണ്ണേട്ടാ, എന്തിനാ വിളിച്ചേ? വിറയോടെയാണ് ചോദ്യം. ധരിച്ചിരുന്ന ചുരിദാറിന്റെ ഷോളിൽ പിടിമുറുക്കിയിരുന്നവൾ ആദിയോടെ. എടോ, കാറ്ററിങ്ങിന്റെ ആൾക്കാർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി കൊടുക്കേണ്ടിയിരുന്ന കാശ് ഞാൻ പേ ചെയ്തിട്ടുണ്ട്. അത് പറയാൻ വിളിച്ചതാ. അത്രയും കേട്ടതും ആശ്വാസമായവൾക്ക്. പുഞ്ചിരിയോടെ തലയാട്ടിയവൾ. എല്ലാ ചടങ്ങുകളും മുറ പോലെ നടന്നു. എല്ലാത്തിനും അച്ഛനൊപ്പം മുന്നിൽ നിന്ന് ഒക്കെയും അറിഞ്ഞും കണ്ടും ചെയ്യുന്നവനെ ചെറുചിരിയോടെ നോക്കി നിന്നവൾ. ഈ താലി എന്റെ കഴുത്തിൽ വീണത് മുതൽ നിങ്ങൾ എനിക്ക് ആരൊക്കെയോ ആണ് കണ്ണേട്ട. അതാവും നിങ്ങളെ വിട്ടുപോവാൻ പലകുറി ചിന്തിച്ചിട്ടും മനസ്സ് അതിനനുവദിക്കാത്തത്. നിങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന സങ്കടക്കടലിനാഴം അറിയാൻ തോന്നുന്നത്. നിങ്ങളുടെ തീരാ നോവിന് മരുന്നാവാൻ തോന്നുന്നത്. ഒരു നിമിഷം ഓർത്തു വൈഷ്ണവി. ഉച്ചയ്ക്ക് വൈഷ്ണവിക്ക് ഒപ്പം ഇരുന്നാണ് കാശിനാഥൻ ഊണ് കഴിച്ചതും. നിറപുഞ്ചിരിയോടെ അതൊക്കെ നോക്കി നിന്നു ഭരതനും. ത്രയംബകത്തിലെ കാശിനാഥന്റെ ഭാര്യയെ എന്റെ കുട്ടിയെ കൊടുക്കുമെന്ന് ശാരദ ടീച്ചർ ചോദിക്കുമ്പോൾ അടിയേറ്റ പോലെയാ തോന്നിയത്. സദാ കുടിച്ച് ബഹളമുണ്ടാക്കി നടക്കുന്നവന് എങ്ങനെ എന്റെ മോളെ കൊടുക്കുമെന്നാ കരുതിയത്? എന്റെ കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമാണെന്ന് വരെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ടീച്ചറോടുള്ള എന്റെ കടപ്പാട് ഈ ആയുസ്സിൽ തീരണതല്ല. കടം കൊണ്ട് മുടിഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ഞാനിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് കാരണം ടീച്ചറാണ്. അന്നേ ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി വിവാഹത്തിൻ്റെന്ന് എൻ്റെ കുട്ടിയുടെ കണ്ണീര് കണ്ടപ്പോൾ. പക്ഷേ ഇപ്പോൾ അവരുടെ ഒത്തൊരുമിപ്പും സന്തോഷവും കാണുമ്പോൾ വലിയ പ്രതീക്ഷയാ. കാശിനാഥൻ മാറുമെന്ന വലിയ പ്രതീക്ഷ അയാൾ ഓർത്തു. ഊണ് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരികെ പോയി. ഭക്ഷണം കൊണ്ടുവന്ന വലിയ വലിയ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെക്കാനും പന്തലിന് ചോട്ടിൽ നിരത്തിയിരിക്കുന്ന കസേരകളും ടേബിളുകളും എല്ലാം അടുക്കി മാറ്റി വയ്ക്കാനും യാതൊരു സങ്കേതവും കൂടാതെ അവനും കൂടി വൈശുവിനൊപ്പം. ഒന്നും നോക്കിയില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും ആ സാമീപ്യം അവളെ ആനന്ദത്തിന്റെ മൂർധന്യതയിൽ എത്തിച്ചു. ഇടയ്ക്ക് ഒക്കെ മാറി നിന്ന് വീക്ഷിക്കുന്ന അച്ഛന്റെ മുഖത്തെ പ്രസരിപ്പും തിളക്കവും അവളുടെ മനസ്സും നിറച്ചു. അച്ഛൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് കാറ്ററിംഗ് സ്ഥാപനത്തിലെ ഒമിനിയുമായി 1-2 പേർ വന്നു. കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ തിരികെ കൊണ്ടുപോയി. അതൊക്കെ എടുത്തു വയ്ക്കാൻ കാശിനാഥനും സഹായിച്ചു. ഒക്കെ കഴിഞ്ഞ് ഉമ്മറത്തെ തിണ്ണയിൽ ഇരുന്ന കാശിനാഥനെ കണ്ടാണ് വൈശു കയറി വന്നത്. അവന് തൊട്ടടുത്തായി ചാരുകസേരയിൽ ഇരിപ്പുണ്ട് ഭരതനും. ഊണ് കഴിച്ചതിൻ്റെയും ജോലി എടുത്തതിൻ്റെയും ക്ഷീണം കൊണ്ട് ചുമരിൽ ചാരിയിരുന്ന് ഉറക്കം തട്ടാൻ തുടങ്ങി കാശിയും. മോളെ വൈശു, കണ്ണനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പൊയ്ക്കോ. മോനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം കാണും. പറയുന്നതിനൊപ്പം അയാളും അകത്തേക്ക് കയറിപ്പോയി. കണ്ണേട്ടൻ വരൂ, അകത്ത് കിടക്കാം. വൈഷ്ണവി കാശിയോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. എതിർത്തൊന്നുമില്ല. അവൾക്ക് പിന്നാലെ തന്നെ അവനും നടന്നു. വൈശുവിന്റെ മുറിക്കകത്തേക്ക് കയറിയതും കാശിനാഥൻ വാതിലടച്ച് കുറ്റിയിട്ടിരുന്നു. പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിലൊന്ന് പരിഭ്രമിച്ചവൾ. അതുവരെ തെളിഞ്ഞിരുന്നവന്റെ മുഖം ഇരുണ്ട് അമർഷത്തോടെ അവളെ നോക്കി. പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റം കണ്ട് അമ്പരന്നു നിന്നു വൈശു. ഞാൻ പറഞ്ഞിരുന്നതാ നിന്നോട് ഒന്നിനും വരാൻ എനിക്ക് താല്പര്യമില്ലാന്ന്. എവിടേക്കാന്ന് വെച്ചാൽ തനിയെ പൊയ്ക്കൊള്ളാൻ. അവളുടെ ഒടുക്കത്തെ പട്ടിണി കിടപ്പും കരച്ചിലും പല്ല് ഞെരിച്ചവൻ. ഇവിടേക്ക് വരാൻ താല്പര്യമില്ലാത്ത ആള് ഇന്നലെ രാത്രി എന്നോട് പോലും പറയാതെ ഇവിടേക്ക് വന്നതെന്തിനാണെന്ന് അടക്കം പലതും ചോദിക്കണമെന്നുണ്ട്. പക്ഷെ മിണ്ടിയില്ല വൈശു. താനൂടി എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണേട്ടൻ ഒച്ചയെടുക്കും, അച്ഛൻ കേൾക്കും, ഒക്കെ അറിയും. അതുകൊണ്ട് മാത്രം സംയമനം പാലിച്ചു. എന്തായാലും ത്രയംബകത്തിലെ നിന്റെ പൊറുതി ഇന്നത്തോടെ അവസാനിച്ചിരിക്കുക. ഇനി ഈ കാശിനാഥന്റെ ജീവിതത്തിൽ നീയില്ല. അവളുടെ മുഖത്ത് നോക്കി തന്നെ അവനത് പറയുമ്പോൾ തറഞ്ഞു നിന്നവൾ ഒരു നിമിഷം. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാവാതെ അവനെ നോക്കി നെറ്റിച്ചുളിച്ചവൾ. തമ്പുരാട്ടിക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞ് ഒക്കെ പാക്ക് ചെയ്ത് വെപ്പിച്ചതും ഇവിടെ കൊണ്ടുവന്ന് വിട്ടതും സ്ഥിരമായി ഇവിടെ തന്നെ അങ്ങ് നിൽക്കാനാ. ഇനി എൻ്റെ ജീവിതത്തിൽ നീ വേണ്ട. നീ ആത്മാഭിമാനം ഉള്ളവളല്ലേ? ഇവിടേക്ക് കൊണ്ടുവന്ന് വിട്ട ഞാൻ വന്ന് വിളിക്കാതെ നീ അവിടേക്ക് തിരിച്ചു വരില്ല എന്നറിയാം. എങ്കിലും പറയാ, വരരുത്. വെറുതെ എൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങണ്ട നീ. എനിക്ക് ചേരുന്നവളല്ല നീ. പിന്നെ ഞാൻ പോകുക. നിന്റെ തന്ത എണീക്കുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ പോയിന്ന്. അത്രയും പറഞ്ഞ് തിരിച്ചു നടക്കാൻ തുടങ്ങിയവനെ ഒരു നിമിഷം നിശ്ചലയായി നോക്കി നിന്നു വൈഷ്ണവി. നെഞ്ചു പിടയുന്നു. തൻ്റെ വിധിയോർത്തല്ല, കുറച്ചു മുന്നേ അച്ഛൻ്റെ മുഖത്ത് കണ്ട സന്തോഷം എന്നേക്കുമായി അകലുമോ എന്ന ഭയം. കണ്ണേട്ടാ, വാതിൽ തുറക്കാൻ തുടങ്ങിയവനെ പിന്നിൽ നിന്ന് വിളിച്ചു. പെട്ടെന്ന് വന്ന് നിന്ന ശേഷം തിരിഞ്ഞു നോക്കിയവൻ. എന്താ? പുരികമുയർത്തിക്കൊണ്ട് അവളെ നോക്കിയവൻ. എന്നെ വേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നിറമിഴിയോടെ അവനെ ഇട്ട് നോക്കിയവൾ. അതിലിനി എന്താ സംശയം? 6 മാസം തികയണതും കാത്തിരിക്കാൻ ഞാൻ. ഒരു മടിയും കാട്ടാതെ ഡിവോഴ്സ് പേപ്പറിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി നീ. കാശിനാഥന്റെ പേരിലുള്ള ഈ താലി അതുവരെ നിന്റെ നെഞ്ചിൽ പതിഞ്ഞു കിടന്നോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ അതും നിന്നിൽ നിന്ന് അടർത്തി മാറ്റും. കാശിനാഥൻ്റേതായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ഒന്നും ബാക്കി വെക്കേണ്ട നിന്നിൽ. അവൻ പല്ല് ഞെരിച്ചു.
നെഞ്ചിൽ തട്ടി പറയാൻ പറ്റുമോ കണ്ണേട്ടന് എന്നെ വേണ്ടെന്ന് ചിലമ്പിച്ച നാദത്തോടെ ചോദിച്ചതും അതിലിനി എന്ത് പറയാനാടി? എനിക്ക് നിന്നെ വേണ്ട. നിന്നെ എന്നല്ല, ആരെയും വേണ്ട എനിക്ക്, ആരെയും. വല്ലാത്ത ഭാവത്തിലായിരുന്നു അവനത് പറഞ്ഞത്. പൊയ്ക്കോ. ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കടിച്ചു തൂങ്ങില്ല, തിരിച്ചു വരികയുമില്ല. വിളറിയ പുഞ്ചിരിയോടെ പറഞ്ഞവൾ അവളെ ഒന്ന് പുച്ഛിച്ചു നോക്കിയിട്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയവൻ. കാശിനാഥൻ നടന്നകലുന്നത് ജനാലയിലൂടെ നോക്കി നിന്നേയുള്ളവൾ നെഞ്ചു പൊള്ളിപ്പിടഞ്ഞു. അലറി വിളിച്ച് കരയാൻ തോന്നി. തന്റെ കഴുത്തിൽ താലി ചാർത്തിയവനോട് എപ്പോഴും ഒരിഷ്ടം കുരുത്തിരുന്നു. എന്തോ വേദനയാൽ നോവുന്ന ആ നെഞ്ചിന് ആശ്വാസമാകണമെന്ന് തോന്നിയ ആട്ടി അകറ്റിയിട്ടും അടർത്തി മാറ്റിയിട്ടും മാറിപ്പോകാൻ മനസ്സ് കാട്ടാതെ ആ നെഞ്ചോട് ചേർന്നത്. പക്ഷേ ഇന്ന് ആ നാവിൽ നിന്ന് കേട്ടതൊക്കെ എന്നെ ഒത്തിരി വേദനിപ്പിച്ചിരിക്കുന്നു. തന്നെ വേണ്ടെന്ന് പോലും. അത് ഞാൻ വിശ്വസിക്കില്ല. എവിടെയൊക്കെയോ ആഴനെഞ്ചിൽ താനുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എന്നെ അകറ്റി നിർത്തുന്നതാ. ഉറപ്പാ. സ്വയം നെഞ്ചു നീട്ടി ഉരുകിത്തീരാതെ എന്തുണ്ടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ എന്നോട്? ഞാൻ നിങ്ങളുടെ പാതിയല്ലേ. ജീവിതത്തിലെ സന്തോഷങ്ങൾ മാത്രമല്ല പങ്കിട്ടെടുക്കേണ്ടത്, വേദനകളും കൂടിയാ. ഞാൻ ഉണ്ടാവുമായിരുന്നല്ലോ, താങ്ങായും തണലായും. എന്തിനാ ഒറ്റയ്ക്ക് നീറി ഒടുങ്ങുന്നത്? വൈശു ഓർത്തു. നെഞ്ചിൽ തട്ടി പറയാൻ പറ്റോ കണ്ണേട്ടന് എന്നെ വേണ്ടെന്ന്? വൈഷ്ണവിയുടെ ചിലമ്പിച്ച നാദം കാതുകളിൽ അലിയടിക്കവേ സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി കാശിനാഥന്. റൂമിന്റെ പാതിയടഞ്ഞ ജനാലയിലൂടെ ചെറുതായി അരിച്ചിറങ്ങുന്ന നിലാവെട്ടത്തിൽ ടേബിളിന് മുകളിൽ വച്ചിരുന്ന അവരുടെ കല്യാണ ഫോട്ടോയിൽ അവളുടെ മുഖം നോക്കി കണ്ടവൻ അത് കയ്യിലെടുത്ത് വൈശുവിന്റെ മുഖത്തൂടെ പതിയെ വിരലോടിച്ചു. കണ്ണിൽ നിന്നിട്ടിറങ്ങുന്ന നീർത്തുള്ളികൾ അതിലൂടെ ഒഴുകിയിറങ്ങി. മാപ്പ് പറയാൻ കൂടി ഞാൻ അർഹനല്ല വൈശു. നിന്നോട് പറഞ്ഞതൊക്കെ നിന്നെ നോവിച്ചെന്നറിയാം. അതിലും എത്രയോ മടങ്ങ് എൻ്റെ ഹൃദയം നീറുന്നുണ്ടെന്നറിയോ? നിന്നെ വേണ്ടാത്തത് നീ എനിക്ക് ചേർന്നവളല്ലാഞ്ഞിട്ടല്ല, ഞാൻ നിനക്ക് ചേർന്നവൻ ആവാഞ്ഞിട്ടാ. നെഞ്ചു പറിച്ചെടുത്ത പോലെയാ പെണ്ണെ നിന്നെ അവിടെ ഉപേക്ഷിച്ചു പോന്നത്. നിന്നോട് മിണ്ടിയില്ലെങ്കിലും സ്നേഹം കാട്ടിയില്ലെങ്കിലും നീ എൻ്റെ പ്രാണനാ. അത് ഈ ജീവൻ പൊലിയുവോളം അങ്ങനെയായിരിക്കും. നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കണ്ട. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ്റെ. ടേബിളിന് മുകളിൽ വച്ചിരുന്ന ബ്ലേഡ് കയ്യിലെടുത്തവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പിടിച്ചു. ഉള്ളിലെ വേദന സഹിക്കാനാവാതെ കൈ മുറുക്കി പിടിച്ചു. അടുത്ത നിമിഷം അവൻ്റെ മുഖത്ത് ഒരു ചെറിയ വേദനയുടെ നിഴൽ പടർന്നു. നിലത്തേക്ക് ചിതറിത്തെറിക്കുന്ന രക്തത്തുള്ളികളെ നോക്കി ഒരു ഭ്രാന്തനെ പോലെ അവൻ പുഞ്ചിരിച്ചു. വൈശു, ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനിയും നീറി ഒടുങ്ങാൻ വയ്യെനിക്ക്. പോവാ നോവുകളില്ലാത്ത ലോകത്തേക്ക്. കണ്ണുകളടഞ്ഞ് ദേഹം കുഴഞ്ഞ് എപ്പോഴും ബെഡിലേക്ക് മറഞ്ഞു വീഴുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ പുലമ്പി. വെള്ളപ്പുതച്ച ശരീരവുമായി ഉമ്മർത്തി കിടക്കുന്ന കാശിനാഥനെ കെട്ടിപ്പുണർന്ന് കരയുകയായിരുന്നു വൈശു. കണ്ണേട്ടാ, അലറി വിളിച്ചുകൊണ്ട് സ്വപ്നത്തിൽ നിന്നും ചാടി എണീറ്റവൾ കണ്ണുകൾ തുറന്ന് ചുറ്റും പരതുമ്പോഴാണ് ഒക്കെ ഒരു സ്വപ്നമായിരുന്നെന്ന് അവൾക്ക് ബോധ്യം വന്നത്. വൈശുവേ, മോളെ, ഉണർന്നില്ലേ? അച്ഛൻ്റെ കുട്ടി. വാതിൽ തട്ടി തട്ടി വിളിച്ചുകൊണ്ടിരുന്നു ഭരതൻ. അപ്പോഴും നെഞ്ചിലെ പിടപ്പകലാതെ അരുതാത്തത് എന്തോ നടക്കുന്ന പോലെ തോന്നി. എൻ്റെ ദേവി, എൻ്റെ കണ്ണേട്ടൻ. തൊട്ടുമുന്നിൽ കണ്ടതുപോലെ തോന്നിയ കാഴ്ച വീണ്ടും മനസ്സിലേക്ക് വന്നതും അടിമുടി വിറച്ചവൾ. മോളെ വൈശുവേ, എന്താ എൻ്റെ കുട്ടി വൈകണേ? കാശിനാഥൻ പോയി കഴിഞ്ഞു. റൂമിൽ കയറി വാതിലടച്ചതാണ് വൈശു. അത്താഴത്തിനുള്ള സമയം കഴിഞ്ഞും കാണാതായതുകൊണ്ട് റൂമിലേക്ക് ചെന്നതായിരുന്നു ഭരതൻ. അച്ഛൻ്റെ ആദിയോടുള്ള ശബ്ദം കേട്ടത് പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. കിതപ്പാറാതെ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന അവളുടെ രൂപം കണ്ടതേ പരിഭ്രമിച്ചയാൾ. എന്താ എൻ്റെ മോളെ, വയ്യേടാ? ചോദിച്ചതേ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നവൾ. എന്താടാ? ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അയാളുടെ നെഞ്ചിനെ നനച്ചതും അടർത്തി മാറ്റിയിരുന്നു. അച്ഛേ, നിക്കെന്തോ പേടി തോന്നാ. കണ്ണേട്ടനെന്തോ ആപത്ത് വരുന്ന പോലെ മനസ്സ് പറയാ. കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ട് വിതുമ്പലടക്കി മെല്ലെയൊന്ന് ചിരിച്ചേയുള്ളയാൾ. എൻ്റെ കുട്ടിയെ, കണ്ണനെ കാണാണ്ട് വയ്യാണ്ടായല്ലേ എൻ്റെ മോൾക്ക്? ഫോണിൽ വിളിക്ക്, സംസാരിക്കുമ്പോൾ ആശ്വാസമാവും. അവളുടെ കവളിൽ തട്ടിയയാൾ. മെല്ലെയൊന്ന് പുഞ്ചിരിക്കാൻ നോക്കിയവൾ. നെഞ്ചിലെ കനൽ അന്നേരവും മാറിയില്ലവളിൽ. മോള് വാ, നമുക്ക് അത്താഴം കഴിക്കാം. പയറിട്ട കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും കണ്ണിമാങ്ങ അച്ചാറുമുണ്ട്, എടുത്തു വയ്ക്കാം ഞാൻ. അവളെ മാറ്റിപ്പോവാൻ ഒരുങ്ങിയതും എനിക്കൊന്ന് കുളിക്കണം അച്ഛേ, ആകെ മുഷിഞ്ഞിരിക്കുക. വേഗം വരാം. ഒന്ന് മൂളിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൾ. കുളി കഴിഞ്ഞ് വരുമ്പോഴും അസ്വസ്ഥത അവളെ വിട്ടകന്നില്ല. ഒരു സമാധാനത്തിന് ശാരദാമ്മയെ വിളിക്കാമെന്ന് കരുതി ഫോൺ കയ്യിലെടുത്തതും മോളെ വൈശുവേ, ഭരതൻ ഓടിപ്പാഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്താ അച്ഛേ? അയാളുടെ പരിഭ്രമവും മുഖത്തെ അങ്കലാപ്പും കണ്ട് അവൾ തിരക്കി. കണ്ണന് ചെറിയൊരു ആക്സിഡന്റ്. മോള് വേഗം വരൂട്ടോ. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നയാൾ. കേട്ട വാർത്തയിൽ മരവിച്ചവൾ ഒരു നിമിഷം സ്വബോധം വീണ്ടെടുത്ത് വരാൻ വൈകിയിരുന്നു. അച്ഛേ, എന്താ പറഞ്ഞേ? ചിലമ്പിച്ച് അവളുടെ നാദം പുറത്തേക്ക് നിരങ്ങി വീണു. പേടിക്കണ്ട, ഒന്നുമില്ല, ചെറിയത്. അയാൾ സ്വയം പുലമ്പുമ്പോഴും കണ്ണൻ ICUവിലാണ്. 12 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ല എന്ന് ശാരദാമ്മയുടെ കരച്ചിലോടെയുള്ള ശബ്ദം അയാളുടെ കാതുകളിൽ അടിച്ചു കൊണ്ടിരുന്നു.
റൂമിലേക്കോടി കയ്യിൽ കിട്ടിയ ഏതോ ഒരു കുർത്തിയും പാൻറ്റും എടുത്തണിഞ്ഞു വൈശു. മനസ്സിന്റെ സ്വബോധം നഷ്ടപ്പെട്ടല്ലോ തോന്നിയവൾക്ക്. മനസ്സെത്തുന്നിടത്ത് ദേഹം എത്തുന്നില്ലാത്തത് അറിയുന്നുണ്ടായിരുന്നവൾ ഒന്നും കയ്യിൽ കരുതിയില്ല. ഒരു ഫോൺ പോലും. അച്ഛന്റെ നെഞ്ചിൽ ചേർന്ന് ഒരു യന്ത്രപ്പാവ കണക്കെ മുന്നോട്ട് നടക്കുമ്പോഴും മനസ്സ് മരവിച്ചിരുന്നു. കണ്ണുകൾ പോലും സ്തംഭിച്ച പോലെ. കുറച്ചു മുന്നേ താൻ കണ്ട സ്വപ്നം അന്നേരവും അവളുടെ കൺമുന്നിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. തുടരും.